നമസ്കാരം. വൈദ്യവീരത്തിൻ്റെ മന്ത്രപ്രയോഗ രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിഷ്ണു നമ്പൂതിരി, വെള്ളിയോട്ടില്ലം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ കാളിനീലി എന്ന മന്ത്രവിദ്യയാണ്. അതിൻ്റെ ഉപാസനാക്രമവും മറ്റും ഇവിടെ ഇപ്പോൾ ചേർക്കുന്നതാണ്. നിങ്ങളിൽ ആൾക്കാർ ആകൃഷ്ടരാകണോ? നിങ്ങളോട് ആൾക്കാർക്ക് അനുകമ്പയും ദയയും ഉണ്ടായി നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണം. നിങ്ങൾക്ക് മേൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആൾ അടിമയായിട്ട് എല്ലാ കാലവും ഉണ്ടാകണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു മന്ത്രം ഇതാ. ഇത് പ്രയോഗിച്ചു നോക്കൂ. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ആദ്യമായി നമ്മൾ എന്താണ് എന്നറിയാം. ഭദ്രകാളി ദേവിയുടെ മറ്റൊരു പ്രധാന അവതാര രൂപമാണ് കാളിനീലി എന്നും കല്ലിയങ്കാട് നീലിയുടെ മാതൃരൂപത്തിനെയാണ് എന്നും പറയുന്ന ഒരു രീതിയുണ്ട്. കാളിനീലിയെ യക്ഷി സമ്പ്രദായത്തിലും കണക്കാക്കി പൂജിക്കുന്നു. കല്ലടിക്കോട് ഭഗവതിയുടെ രൂപത്തിലാണ് ഈ ആരാധന ഉപാസനാക്രമം. ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച ശേഷം ഈ പ്രയോഗം നടത്തുക. ഫലം നിശ്ചയം. 41 ദിവസം, ഒരു മണ്ഡലകാലം 41 ജപിക്കുക. ത്രിമധുരം തേനും പൂവൻ പഴവും ശർക്കരയും സമർപ്പിക്കുക. ഇത് ഉപാസനാ മന്ത്രമാണ്. വളരെയധികം സൂക്ഷിച്ചു വേണം ഈ മന്ത്രത്തെ ഉപയോഗിക്കുക. ഇത്തരത്തിൽ 41 ദിനരാത്രങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ശ്രീ കാളിനീലി നിങ്ങൾക്ക് വേണ്ടുന്ന ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണ്. ശ്രീ കാളിനീലി ഉപാസന മന്ത്രം. ഉണക്കലരിച്ചോറ് ഒരു നേരം കഴിക്കുക. കരിക്കോ പാലോ പഴവർഗ്ഗങ്ങളോ കഴിക്കാം. യക്ഷിനടയിൽ നിത്യദർശനം, മുല്ലമാല, വെറ്റ, കൺമഷി, കരിവള, വെള്ളിപ്പൊട്ട് ഇവ സമർപ്പിച്ച് സാഷ്ടാംഗം നമിക്കുക. മന്ത്രം വായിച്ചു നോക്കി എഴുതിയെടുത്ത് അതിനുശേഷം കാണാതെ പഠിച്ച് വേണം തെറ്റുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം വീണ്ടും മന്ത്രം ജപിച്ചു നോക്കുക. ജപിച്ചു നോക്കിയതിന് ശേഷം പ്രയോഗത്തിൽ കൊണ്ടുവരിക. ഇത്തരത്തിൽ മന്ത്രം ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവും ഉണ്ടാകുന്നതാണ്. കൂടുതൽ മന്ത്രപ്രയോഗ രഹസ്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.